ഹമാസിനെ ആധുനികവൽക്കരിച്ച നേതാവായിരുന്നു യഹിയ സിൻവർ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16-നാണ് സിൻവർ കൊല്ലപ്പെട്ടത്. സിൻവറിനെക്കുറിച്ച് നിറം പിടിപ്പിച്ച നിരവധി കഥകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഗസയിൽ ജനം ദുരിതജീവിതം നയിക്കുമ്പോൾ തുരങ്കത്തിൽ സുഖജീവിതം നയിക്കുകയാണ് സിൻവർ എന്ന ആരോപണം ഇസ്രായേൽ ഉയർത്തിയിരുന്നു. എന്നാൽ ഗസയിലെ ജനങ്ങൾക്കൊപ്പം സിൻവറും ദുരിതം നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നാണ് മരണശേഷം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത്. സിൻവറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമ്പരപ്പിക്കുന്നതായിരുന്നു. മരണത്തിന് 3 ദിവസം മുമ്പായിരുന്നു സിൻവർ ഭക്ഷണം കഴിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. DNA പരിശോധിച്ച് സിൻവറിൻ്റെ മരണവും ഇസ്രായേൽ ഉറപ്പുവരുത്തിയിരുന്നു. DNA സാമ്പിൾ ശേഖരിക്കാനായി സിൻവറിൻ്റെ കൈവിരൽ മുറിച്ചെന്നും റിപ്പോർട്ടുകൾ വന്നു. തലയ്ക്ക് വെടിയേറ്റിട്ടും ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തിയ സിൻവർ പിന്നീട് മരണത്തിന് കീഴടങ്ങി. മരണശേഷം ലോകം വീരപരിവേഷമാണ് സിൻവറിന് നൽകിയത്. സിൻവറിൻ്റെ അന്ത്യനിമിഷങ്ങൾ വ്യാപകമായി പ്രചരിച്ചു. വിപ്ലവ ഇതിഹാസം ചെഗുവേരയുടെ സ്ഥാനമാണ് ലോകം സിൻവറിന് നൽകിയത്. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുകയാണ് ഗസയിലെ ജനം. സിൻവർ കൊല്ലപ്പെട്ട കെട്ടിടം സന്ദർശിക്കാൻ ജനങ്ങളുടെ ഒഴുക്കാണിപ്പോൾ. സിൻവർ അവസാനമായി ഇരുന്നിരുന്ന കസേരയും സംരക്ഷിച്ചിരിക്കുന്നു. വീടിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഈ ഇരിപ്പിടവും സിൻവറിൻ്റെ വസ്ത്രവും അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. പ്രദേശത്തെ താൽ അൽ സുൽത്താൻ എന്നതിന് പകരം താൽ അൽ സിൻവർ എന്നാണ് ആളുകൾ ഇപ്പോൾ വിളിക്കുന്നത്. അതിൻ്റെ സിൻവറിൻ്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അൽ ജസീറയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഗസയിലെ യുദ്ധത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സിൻവർ സൈനിക വേഷം ധരിച്ച് ഊന്നുവടി ഉപയോഗിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ശരീരം പൂർണ്ണമായും പുതപ്പുകൊണ്ട് മൂടിയാണ് സിൻവർ നടക്കുന്നത്. സിൻവർ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിലൂടെ നടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. റഫേലെ തെലൽ സുൽത്താൻ ബറ്റാലിയൻ്റെ കമാൻഡർ മഹ്മൂദ് ഹംദാനോടൊപ്പം തറയിലിരിക്കുന്നതും അവരുടെ മുന്നിലുള്ള മാപ്പിലേക്ക് ചൂണ്ടിക്കാട്ടി ആക്രമണം പ്ലാൻ ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇസ്രായേലി ടാങ്കറും സൈനികരെയും സിൻവർ വീക്ഷിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു യഹിയ സിൻവർ ഹമാസിൻ്റെ തലവനായത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ സൂത്രധാരൻ യഹിയ സിൻവർ ആണ് എന്നാണ് ഇസ്രായേൽ ആരോപിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗസയിൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്.